Welcome to Bindu's Dreams. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതെന്നാ വീഡിയോ ഓണാക്കിട്ട് എല്ലാരും നോക്കി എല്ലാരും ഇരുന്ന് കൊഞ്ഞനും കൊത്തി കാണിക്കുക. സത്യത്തിൽ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എന്ത് കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്? ഒരു കാര്യവും ഇല്ലാതെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ ഉച്ചക്കത്തേക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കാൻ വേണ്ടി കറ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഇല്ലായിരുന്നു, നമ്മൾ തൊടുപുഴ ഒന്ന് കറങ്ങാൻ പോയതായിരുന്നു. കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കറങ്ങാൻ പോയതായിരുന്നു. അപ്പം അത് കഴിഞ്ഞൊക്കെ വന്ന് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കടച്ചക്ക മെഴുക്കുപുരട്ടി കടച്ചക്ക ഒലത്തിയത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. കടച്ചക്ക എന്ന് പറഞ്ഞാൽ ചില നാട്ടിലേക്ക് ചീമച്ചക്ക എന്ന് പറയും. കൈതച്ചക്കയല്ല, കടച്ചക്ക. ഈ ചക്ക പോലെയുള്ള സാധനം ഇല്ല, ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നത്, കറി വെക്കുന്ന ആ സാധനം. വാ കാണിച്ചു തരാം. കാണിച്ചു തന്നിട്ട് ഇന്ന് കാര്യമുള്ളൂ. അതിൻ്റെ കറി കാണിച്ചു തരാം. ഇതാ ഈ സാധനം മെഴുക്ക് പുരട്ടുന്നത് എനിക്കിഷ്ടമാണ്. ചേട്ടന് തീയലൊക്കെ വയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കൊഞ്ച് ഫ്രൈ, ഫിഷ് ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആക്കിയിട്ട് വേണം നമുക്ക് ഇന്ന് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മള് പ്രോപ്പറായിട്ട് ഇപ്പോൾ കുറച്ചാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നലെ ചേട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇട്ടു, പക്ഷെ അത് അധികം പേരൊന്നും കണ്ടിട്ടില്ല. നമ്മൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഒട്ടും ഇടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആളുകളിലേക്ക് വീഡിയോ എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. ഡെയിലി വീഡിയോ ഇട്ടാലാണ് ഒരേ ടൈമിൽ വീഡിയോ ഇടുമ്പോഴാ ഒരേ ടൈമിൽ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ എല്ലാവരിലേക്കും കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം ചാച്ചന് അത്ര സുഖമൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഫുൾ ടൈം ചാച്ചൻ്റെ അടുത്താണ്. ഫുൾ ടൈം എന്ന് പറയണ്ട, നമ്മൾ പകല് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങ് പോരും, രാത്രി അവിടെ പോയിരിക്കും. ചിലപ്പോൾ നമ്മൾ 4:30 ആകുമ്പോൾ, 3:30 ആകുമ്പോൾ, ഒരു 2 മണിയാകുമ്പോൾ, രാത്രി 12:30 ആകുമ്പോൾ, അങ്ങനെയൊക്കെ പല ടൈമിലൊക്കെയാണ് ചാച്ചൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോരുന്നത്. ഇപ്പം പിന്നെ ആദ്യം പോയി കസേരയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പം പിന്നെ അവിടെ ഒരു കട്ടിലോടെ എടുത്തിട്ടത് കൊണ്ട് ചേട്ടൻ പോയി ഒന്ന് നടുവ് അങ്ങ് നിവർത്തി കഴിഞ്ഞാൽ ചേട്ടൻ ഉറങ്ങിപ്പോവും. ഒന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേട്ടൻ അവിടെ എഴുന്നേറ്റിരുന്നു. ഇനി കട്ടിലേ കിടന്നാൽ ഞാനിവിടെ കിടക്കുകയുള്ളൂ. ഇന്നലെ ചേട്ടൻ കിടന്നായിരുന്നു. അതാ ചാച്ചൻ വെള്ളം വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ചാടി എഴുന്നേക്കാനായിട്ട് പറ്റില്ല. ചാടി എഴുന്നേക്കുമ്പോ ചേട്ടന് തല ഇറങ്ങും ഉറക്കത്തിന്ന്. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഞാൻ കിടക്കണില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ പിന്നെ കസേരയിലേക്ക് മാറ്റി. ഇന്നലെ ആൻസ് കാട്ടിലെ പോയി നീണ്ടു പറഞ്ഞിട്ട് നന്നായിട്ട് ഉറങ്ങി. പിന്നെ നമ്മുടെ അടുത്ത് വിൻസെന്റ് ചേട്ടനും ജാൻസി ചേച്ചിയുണ്ട്. ജാൻസി ചേച്ചി ഫുൾ ടൈം ചാച്ചന്റെ അടുത്തുണ്ട് കേട്ടോ. ജാൻസി ചേച്ചി ഉച്ചയ്ക്ക് ചോറ് കഴിക്കണ സമയത്തും ചേട്ടൻ കടയിൽ നിന്ന് വരുമ്പോഴോ, ചേട്ടൻ വന്ന് ചാച്ചൻ്റെ അടുത്ത് ഇങ്ങനെ മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ, ചാച്ചൻ എന്ത് ഭാഗ്യവാനാണ്, ഇന്നത്തെ കാലത്ത് മക്കളൊന്നും മാതാപിതാക്കളെ നോക്കില്ല, മക്കളൊക്കെ പോയി കുട്ടികൾ. അതെ കേട്ടോ, ചാച്ചൻ നല്ല ഭാഗ്യവാനാണ്. ചാച്ചൻ്റെ അടുത്ത് മക്കളെല്ലാവരും തന്നെ വന്നിരിക്കാറുണ്ട്. അല്ല ചേട്ടാ, ആ കാര്യത്തിൽ ചാച്ച ഭാഗ്യവാനാ. ചാച്ചനെ നോക്കിയിരിക്കാൻ ഒരാളെങ്കിലും അങ്ങനെ ഒരാളെങ്കിലും ഉള്ളതെന്ന് വെച്ചാൽ അത്ര ഭാഗ്യം. ഇത് ഒരാളൊന്നും അല്ല ഉള്ളത്. അതുകൊണ്ട് കാര്യത്തിൽ ചാച്ചൻ ഭാഗ്യവാനാണ്. അത് അമ്മച്ചി അറിഞ്ഞപ്പോഴും അങ്ങനെയായിരുന്നു അല്ലേ? അമ്മച്ചി മരിക്കാൻ നേരത്തെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാവരുടെ നേരം നോക്കി കണ്ണടച്ചു അല്ലേ? ചാച്ചൻ ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞട്ടോ. തിങ്കളാഴ്ച, ഈ തിങ്കളാഴ്ച അല്ലല്ല, നമ്മളവിടെ പോകും. തിങ്കളാഴ്ച അല്ല, അടക്ക് കഴിഞ്ഞ ചാച്ച പേടിപ്പിച്ച്. ചാച്ചനാ മിണ്ടാട്ടയില്ലാണ്ടങ്ങ് ഉറക്കായിപ്പോയില്ലേ. കണ്ണ് പൾസ് അങ്ങോട്ട് കേറി 160 170 കണ്ട് 157 കണ്ടായി പൾസ് റേറ്റ്. വിറച്ചു പോയി.
അത് കഴിഞ്ഞ ചാച്ചന് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ചാച്ചൻ പറഞ്ഞു ഇച്ചിരി കള്ളു വാങ്ങിച്ചോണ്ട് തരാം. ചാച്ചൻ ഇടയ്ക്ക് ഇപ്പൊ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ പോകാറുണ്ട്. ഇടയ്ക്ക് ചാച്ചന്റെ ഫ്രണ്ട്സിനെ ഒക്കെ പറയുന്നുണ്ട്, എടാ മുണ്ടൊക്കെ ആ കണക്ക് ശരിയല്ല എന്നൊക്കെ. ചാച്ചന്റെ ഇടയ്ക്ക് ചാച്ചനും ഭയങ്കര മെമ്മറി പവർ. വരുന്നവരെയൊക്കെ ചാച്ചൻ തിരിച്ചറിയും. ചിലപ്പോ ചാച്ചന്റെ മെമ്മറി തീരെ ഇല്ലാണ്ട് പോകും. നിന്നെയൊക്കെ എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ അയ്യോ ചാച്ചൻ ഇനി പഴയ പോലെ എഴുന്നേറ്റിരിക്കാനൊക്കെ പത്രമൊക്കെ വായിച്ച് അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിപ്പോയി. ചാച്ചന് അടുത്ത ജൂൺ 5-ാം തീയതി ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ്. 99 years old ബോയ് ആകുകയാണ്. 99 years old ബോയ്. ചേട്ടൻ എന്നെ ചിന്തിക്കണ ചാച്ച അസുഖം ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷമം ചേട്ടനാ. എന്ത് വിഷമ? വിഷമില്ല വിഷമില്ല പറ. വിഷമില്ല ചേട്ടാ, വിഷമില്ലേ പറ ചേട്ടാ. എന്നാ അയ്യ എന്നെ തല്ലണം. അയ്യോ വിക്കിപ്പോയി. ഒരു കാര്യം പറയാൻ വന്നതാണേ. ചേട്ടന്റെ ബർത്ത്ഡേക്ക് വിഷസ് അറിയിച്ച എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുന്നു. എത്ര പേരാ ചേട്ടന് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ പറഞ്ഞ്. ആർക്കും ഒരു താങ്ക് യു റിപ്ലൈ ഇടാൻ പോലും നമുക്ക് സമയം കിട്ടിയില്ല. ഒന്നിനും സമയം കിട്ടിയില്ല, ഒന്നിനും. ഉറക്കാണ് നമുക്ക്. ഉറക്കത്തിന്റെ ഒരു ദിവസം ഞാൻ പോയിരിക്കുമ്പോഴെല്ലാം ഇന്നലെ എന്നിട്ട് കസേര പോയിരുന്നു ഞാൻ ഉറങ്ങി. പക്ഷെ എന്റെ കൈയെല്ലാം ഇവിടെ മരവിച്ച് പോയായിരുന്നു. അങ്ങനെ കിടന്നുകൊണ്ട് നിലത്തിറങ്ങുന്നത് ഇങ്ങനെ ബെഡിലേക്ക് കൈ വെച്ച് ഞാൻ അന്നേരം എൻ്റെ അതൊക്കെ തന്നെ എന്നിട്ട് ഇടയ്ക്ക് കൈ കൊണ്ട് വരും. എൻ്റെ കൈയിലേക്ക് ഇങ്ങനെ പിടിക്കും. ചാച്ചന്റെ ആ ഒരു കിടപ്പ് സ്റ്റേജിലേക്ക് വന്ന സമയത്താ ഞാൻ നിലത്തിരുന്ന് ചാച്ചന്റെ കയ്യിൽ ഒരു ദിവസം പിടിച്ച് കൊറേ നേരം എന്റെ കൈ പിടിച്ചോണ്ടിരുന്നിട്ട് പിന്നെ ചാച്ച കൈ എടുത്തിട്ട് ഇങ്ങനെ മാറ്റിയപ്പോ ചാച്ച ഈ പെണ്ണിന് വിഷമാവോന്നോർത്ത് തിരിച്ചാ കൈ എടുത്തോണ്ട് വന്ന് പിന്നെ ഇങ്ങനെ അതേ പിടിച്ചോണ്ടിരുന്ന് ഇറങ്ങി. നല്ല രസം. പ്രായമായ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ. ഒരു ചാച്ചനെ കിട്ടിയതാ. ചാച്ചനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിടപ്പിൽ പോയി. ചാച്ചനൊന്ന് എഴുന്നേറ്റ് നടന്നായിരുന്നെങ്കിൽ പഴയ പോലെ. ചാച്ചനിങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ പാവം തോന്നും, അല്ലെങ്കിൽ മിണ്ടാതെ കിടക്കുമ്പോഴൊക്കെ പാവം തോന്നും. ചാച്ചൻ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുവാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ചാച്ചനെ. വീഡിയോ ഒക്കെ കാണുന്നവർക്കൊക്കെ ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ്. എത്രയോ കാര്യങ്ങൾ കണ്ട, എത്രയോ അനുഭവ സമ്പത്തിലൂടെ പോയ ആളാ ചാച്ചൻ. അല്ലേ ചേട്ടാ? എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും 99 വർഷത്തിനിടയ്ക്ക്. 9 മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച, കല്യാണമൊക്കെ കഴിപ്പിച്ച്, വേറെ പോയവർക്കൊക്കെ വീടൊക്കെ വെച്ച് കൊടുത്ത്, അങ്ങനെയല്ലേ ചാച്ചൻ്റെ അപ്പം കൊടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലവും പറമ്പൊക്കെ ചാച്ചൻ വാങ്ങിക്കൂട്ടി, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ വാങ്ങിക്കൂട്ടി
അങ്ങനെ ഭയങ്കര കഠിനാധ്വാനിയായിരുന്നു. പറമ്പിൽ ഫുൾ ടൈം പണിക്കാരുടെ കൂടെ ഒപ്പം പണിയുമായിരുന്നു ചാച്ചന്. ചാച്ചൻ്റെ കയ്യിൽ ഞാനിങ്ങനെ പിടിക്കുമ്പോൾ ചാച്ചൻ പറയും ഇപ്പം തഴമ്പൊന്നുമില്ല. പണ്ട് വയലിലൊക്കെ ഇറങ്ങുമ്പോൾ തഴമ്പുണ്ടായിരുന്നു, ഇപ്പം തഴമ്പൊന്നും ഇല്ല എന്ന് പറയും. ചാച്ചൻ്റെ കാലിലാണെങ്കിൽ മസിൽ കയറും. ഇപ്പം ഭയങ്കരമായി മസിൽ കയറപ്പോൾ നമ്മൾ തിരുമ്മി കൊടുക്കണം. നമ്മളാ മുറിവെണ്ണ തേച്ചിട്ട് പിന്നെ മസിൽ കേറിയില്ല ചേട്ടാ, കേറിയില്ല മുറിവെണ്ണ തേച്ച് കഴിഞ്ഞപ്പോ. ചാച്ചന് എല്ലാവർക്കും ഒക്കെ കാണണം എന്നൊക്കെ പറഞ്ഞാലും ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലെ. ചാച്ചൻ്റെ അടുക്കല്ല, ഇവൻ ആൻസ് ചാച്ചനെ നോക്കാനായിട്ട് വരുന്നവർക്ക് നടന്നു വരുത്താൻ വേണ്ടി ഒരു കട്ടില അടുത്ത് കൊണ്ടിട്ടായിരുന്നു. ആൻസ് പൂമായി കയറി കിടന്ന് ഉറങ്ങി. അവൻ്റെ കിടപ്പ് കണ്ടപ്പോൾ ചാച്ചൻ കിടക്കണം, ചാച്ചൻ്റെ ഷോള് കൊടുത്ത് മുഖത്തേക്ക് ഇട്ട് മൂടി കിടക്കുക. അത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ എടുത്ത ഒരു വീഡിയോയാണ് അത്. പിന്നെ വേറെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കുക. എനിക്ക് പിന്നീടൊക്കെ കാണാൻ. ചേട്ടൻ ചാച്ചനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ എഴുന്നേൽപ്പിച്ച് ചാച്ചൻ ഇങ്ങനെ ചേട്ടനെ നെഞ്ചത്തേക്ക് ഇങ്ങനെ തലയെ വെച്ചിങ്ങനെ കുഞ്ഞി നനഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളിരിക്കും പോലെ ഇങ്ങനെ ഇരിക്കും, കിളിക്കുഞ്ഞിരിക്കും പോലെ. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വീഡിയോ ഉണ്ട്, ഞാനത് ഇതിനകത്ത് ആഡ് ചെയ്യാം. ചാച്ചൻ ഈ ഭാഗത്ത് ആഡ് ചെയ്യാം. ചാച്ചനിങ്ങനെ ഞാനിങ്ങനെ ചിരിക്കാൻ പറയുമ്പോൾ ചാച്ചൻ്റെ പേർക്ക് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കാൻ പറയും. ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതൊരു ചിരിക്കാനാണ് ചാച്ചൻ മനസ്സിലാക്കിയിട്ട്. ചാച്ചൻ്റെ ഒരു ചിരിയാണ് എന്ത് രസമായി കാണാനെന്ന് അറിയാമോ. അങ്ങനെ കുറച്ച് പിന്നെ ചാച്ചൻ ഒരു പാട്ടൊക്കെ പാടിയ വീഡിയോ ഒക്കെ ഉണ്ട്. ചാച്ചൻ ഭയങ്കര കോൺഗ്രസ് അനുഭാവിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ്. രാഷ്ട്രീയം ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പം എപ്പോഴും ഇലക്ഷൻ്റെ സമയത്തൊക്കെ ചാച്ചൻ്റെ പേർക്ക് പറയും. ചാച്ചനല്ലോ ഈ തവണ വോട്ട് ചെയ്തു. ചാച്ചൻ പക്കാ ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പം ഇത്തവണ ചാച്ചൻ വോട്ടൊക്കെ ചെയ്ത്. എന്നിട്ട് ചാച്ചൻ എപ്പോഴും പറയും ഞങ്ങളുടെ മെമ്പർ നല്ല സൂപ്പറാണ്, നിങ്ങളുടെ മെമ്പർ എങ്ങനെ ഉണ്ട് ചാച്ചൻ ചോദിക്കും. അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. കാരണം പത്രവായന നല്ല രീതിയിലുണ്ടായിരുന്നു. കണ്ണിന് കാഴ്ചക്കുറവ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പത്രവായന ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് ഇപ്പം ചാച്ചൻ്റെ ഓർമ്മയ്ക്ക് ഭയങ്കരമായ മങ്ങൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതൊരു ഭയങ്കര വിഷമം. പിന്നെ നമ്മൾ പിന്നെ സ്ഥിരം ചെല്ലണമെന്ന് നമ്മളെ അറിയാം. പ്രായമായാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ, എന്ത് ചെയ്യാനാ അല്ലേ ചേട്ടാ? എന്നാ ചേട്ടാ ഫ്രിഡ്ജിനകത്ത് നോക്കണേ. ഈ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടല്ലേ? എന്നാ പിന്നെ അതിനകത്ത് കയറി ഇരുന്നു. ചേട്ടനെന്നെ തിന്നണേ ചെമ്മീനായിരിക്കും. എന്നതാ വെന്തോന്ന് ഞാൻ കേട്ടാ ബന്ധുന്ന. അങ്ങനെ പോര് കുത്താൻ പാടില്ലേ? ഞാൻ മാനം മര്യാദക്കിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരു കൊച്ചാണ്. കോഴിപ്പോന് പോവാനും പാടില്ലേ? അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? ഇന്നൊരു പറ്റി തുണിയെല്ലാം അലക്കി മോളി കയറ്റിയിട്ട് നല്ല സൂപ്പർ ഒരു മഴയും പെയ്ത്. നമ്മളിവിടെ ഇല്ലായിരുന്നു. മഴയും പെയ്ത് മൊത്തം കിടുങ്ങിപ്പോയി. എന്ത് ചെയ്യുമോ? നന്നായി കാണോ? ചരല് വെള്ളം എല്ലാം കഴുകി പൊക്കിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ മുണ്ട് വെച്ചിട്ട് കണ്ടല്ലേ, അങ്ങനെയൊക്കെ സെറ്റൊന്നുമില്ല. നൈറ്റി എല്ലാം ഉണ്ടായിരുന്നു. അല്ല ഇനി ഇതൊക്കെ പെയ്യാതിരുന്നാൽ മതി, വൈകുന്നേരം ആകുമ്പോഴത്തേനും വെള്ളം പെയ്യും. അങ്ങനെ മഴക്കാലമായി. നീണ്ട 2 മാസത്തെ ലീവിന് ശേഷം ഞാൻ അടുത്ത തിങ്കളാഴ്ച കോളേജിലേക്ക് വീണ്ടും പുറപ്പെടുകയാണ്. യാത്രയായി സൂര്യാങ്കുരം. എന്നെ മിസ് ചെയ്യുവോ?
കുറേ സാരി ബ്ലൗസ് തയ്ക്കാൻ നടന്നു, ഒന്നും തയ്യൽ നടന്നില്ല, ഒന്നും നടന്നില്ല. ഇപ്പോഴാണ് ഈ രസമാണ്. ഞങ്ങളിപ്പോൾ ചാച്ചൻ്റെ അടുത്തുനിന്ന് ചിലപ്പോൾ 4:30, 3:30, 2:30, 12:30, 3:30, 3 ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് പോരുന്നത്. ചാച്ചൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ പോരുന്നത്. ചാച്ചൻ എങ്ങനെ ഉറങ്ങുന്നു, എപ്പോഴും ഉറങ്ങുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിക്കുന്നു. അവിടെയുള്ളവർ ഫുൾ ടൈം ഉറങ്ങാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവർക്ക് ഉറങ്ങാനൊരു ടൈം നമ്മൾ കൊടുക്കണ്ടേ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവരോട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. എന്നാലും നമ്മൾ 12:30 വന്നതെങ്കിലും നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച മീൻ പൊരിച്ച് ചോറുണ്ടട്ടോ. 2 മണി 1:57 ആയപ്പോഴൊക്കെ കിടക്കാൻ തുടങ്ങിയ. 2 മണിക്ക് കിടന്നു. ഞാൻ 7 മണിക്ക് എഴുന്നേറ്റു. 6:57 അങ്ങനെ എന്തോ എഴുന്നേറ്റ്. ഞാൻ എഴുന്നേക്കുന്ന വഴി മൊബൈൽ നോക്കും സമയം. അതിനുശേഷം ഞാൻ യൂട്യൂബിൽ സ്റ്റുഡിയോ എടുത്ത് മൊത്തത്തിലൊന്ന് നോക്കും, കമൻസൊക്കെ എന്തൊക്കെ ഉണ്ടെന്നറിയാൻ. അതിനുശേഷമാണ് ഞാൻ ബാക്കി എല്ലാ കാര്യത്തിലും വാഷ്റൂമിൽ പോലും കയറുള്ളൂ. അങ്ങനെയാണ്. ചേട്ടൻ എപ്പോൾ എഴുന്നേറ്റു? 6 മണിക്കോ? അപ്പോൾ 4 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. അങ്ങനെ പറ്റത്തില്ല, ചേട്ടന് BP ഉള്ളതാ. 6 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഉറങ്ങണം. പിന്നെ അറിഞ്ഞില്ല, ഞാനൊന്നും പിന്നെ നേരെ ഉറക്കം. എനിക്ക് ഉറക്കം ശരിയായില്ല, ഈ തലവേദന ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, നമ്മളിങ്ങനെ വന്നിട്ട് നമുക്ക് പെട്ടെന്നൊന്നും ഉറക്കം വരില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ 3:30 വന്നെങ്കിലും നമ്മൾ 4:45 നമ്മൾ ഉറങ്ങിയപ്പോൾ. 3:30 ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒടുക്കത്തെ വിശപ്പ്. അന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ചാച്ചൻ്റെ അടുത്തിട്ട് തന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. കുറച്ചു നേരം മൊബൈൽ നോക്കും, ഉറക്കം വരുമ്പോൾ ചുമ്മാ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിനിടയ്ക്ക് ചാച്ചൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് ചാച്ചന് നമ്മളെ കാണുമ്പോൾ അമ്മയായിട്ടൊക്കെ തോന്നും. അമ്മേ അതൊരു വിളിക്കുന്ന സ്റ്റൈലുണ്ട് കേട്ടോ. ശരിക്കും അമ്മയെ വിളിക്കും പോലെ. അമ്മേ ഉറങ്ങാ അമ്മേ ഇങ്ങനെ പറയും. ചാച്ചൻ്റെ അമ്മ ചാച്ചൻ്റെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാ, 10-13 വയസ്സുള്ളപ്പോൾ. അപ്പം ഞാൻ പറയാം, ഇനി എന്നെ കണ്ടിട്ട് ചാച്ചന് അമ്മയായിട്ട് തോന്നിയാന്ന്. ആ അമ്മയുടെ ഷേപ്പുണ്ട് എനിക്ക്. മറിയമ്മ, റാത്തപ്പള്ളിൽ മറിയമ്മ. ഉമ്മനാരാ? ആ ഉമ്മൻ. എന്റെ ആമോദിസ പേര് മറിയമ്മ. യെസ്. മേരി. അപ്പൊ ചാച്ചന്റെ അമ്മയുടെ പേര് മറിയാമ്മന്നല്ലേ? എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്റെ പേര് ബിന്ദു. ചേട്ടന്റെ അമ്മച്ചിയുടെ പേരോ? ബ്രിജിത്ത്. ഈ വെയിലൊന്നും നിക്കുവാണെങ്കിൽ തുണിയാണെങ്കിൽ അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മള് വേറെ എങ്ങും പോയിട്ട് ഒരു വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാത്ത. അപ്പൊ നമ്മളിപ്പൊ തന്നെ ഇതിപ്പം നമ്മൾ ആടിന് വെള്ളം കൊടുത്തിട്ട് നമ്മൾ ചാച്ചൻ്റെ അടുത്തേക്ക് പോകും. ചാച്ചനൊന്ന് ഹെൽത്ത് ഒന്നോടെ നോക്കിയായി ഒന്ന് ഒരു സെറ്റപ്പായിട്ട് വരണം. വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട്, അതൊരു ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അല്ലാതെ വേറെ അസുഖങ്ങളൊന്നുമില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ബാക്കിയെല്ലാം നോർമൽ. അസുഖങ്ങളൊന്നുമില്ല. അതൊന്നും വലിയ കാര്യം. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ വരാനായിട്ട് ഇങ്ങനെ ആയിപ്പോയത്. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരും. വരേക്കും ദിസ് സൈഡിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്.